സായുധ സേനയിലെ ശൗര്യ സമ്പർക്കത്തിന്റെ ഭാഗമായി റെക്കോർഡ്സ് മദ്രാസ് റെജിമെന്റ്, മദ്രാസ് റെജിമെന്റൽ സെന്റർ എന്നിവ ചേർന്ന് വിമുക്ത ഭടന്മാരുടെ ഔട്ട്റീച്ച് പരിപാടി നടത്തി. കേരള കർണാടക സബ് ഏരിയ തിരുവനന്തപുരം സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടേഴ്സുമായി ഏകോപിപ്പിച്ചായിരുന്നു പരിപാടി. മുതിർന്ന അംഗം GS പിള്ള നിലവിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസ് ഇൻചാർജ് ലഫ്റ്റനന്റ് കേണൽ മധു കൃഷ്ണൻ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഡോക്ടർ പറയുകയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പറയുകയാണ്, നിങ്ങൾക്കൊരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സ്റ്റെൻ ഇടാം, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള നമുക്ക് കണ്ണിനകത്ത് ലെൻസ് വയ്ക്കാം, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മുട്ടിന് നമുക്ക് ചിരട്ട നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നിങ്ങളുടെ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ECHSന്റെ പോളിസി ക്ലിയറാണ്. നിങ്ങൾക്ക് അതർവൈസ് അല്ലാത്ത അതിൽ കൂടുതലായിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൺസെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി കൊടുത്ത് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. പക്ഷേ അത് എംപാനൽഡ് ആശുപത്രിയോ ECHSO അത് റീഎംബേഴ്സ്മെൻറ്റ് ചെയ്ത് തരുന്നതായിരിക്കത്തില്ല. അങ്ങനെയുള്ളൊരു പ്രൊവിഷനില്ല. പിന്നെ ഒരു പ്രശ്നം നമ്മൾ വരുന്നത്, ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റായി കഴിയുമ്പോൾ നമ്മൾക്ക് ആവശ്യപ്പെടുന്ന യൂസ് ആൻഡ് ത്രോ ഐറ്റം, അതായത് വൺ ടൈം യൂസിങ് ഐറ്റം, അതായത് പ്ലാസ്റ്റിക് ഐറ്റംസ്, വൈപ്പ്, അണ്ടർ പാൻസ്, അണ്ടർ പാഡുകൾ, സർജിക്കൽ സൺറൈസ്, കോട്ടൺ, ഗോസ്, നമ്മളെ മാസ്കുകൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മുടെ ഒരു ഇൻഷുറൻസിലും കവറല്ല, അത് ECHSലും കവറല്ല. അങ്ങനെ വരുന്ന ചില ഐറ്റങ്ങൾക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് കൺസ്യൂമബിൾ ഐറ്റം എന്നുള്ള രീതിയിൽ അവർ ചാർജ് ചെയ്യും. അത് നമ്മുടെ ECHSന്റെ പോളിസിയിലുള്ളതാണ്. അപ്പോൾ ഈ ചില കാര്യങ്ങൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിലെ ECHS കൗണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് ചോദിച്ച ശേഷം മാത്രം വേണം നമ്മൾ അഡ്മിറ്റ് ആകാൻ. റിട്ടയർഡ് വിംഗ് കമാൻഡർ സന്തോഷ് കുമാർ, ലഫ്റ്റനന്റ് കേണൽ KK ആനന്ദ് കുമാർ, AAO ദീപ റോയ്, SBI റീജിയണൽ മാനേജർ GS ശ്രീജിത്ത്, തിരുവനന്തപുരം ആർമി വെൽഫെയർ പ്ലേസ്മെന്റ് ഓർഗനൈസേഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.